പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. രാജ്ഭവന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ നടന്ന പ്രതിഷേധം അത് ഏത് തരത്തിലായിരുന്നു? അതായത് രാജ്ഭവനിലേക്ക് 60ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ഇവർ രാജ്ഭവന് മുന്നിൽ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. വലിയ തോതിൽ CAA-ക്കെതിരെയുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഇതിനുശേഷം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് KPCCയുടെ ഉപാധ്യക്ഷനായ VT ബൽറാമായിരുന്നു. അദ്ദേഹവും കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ നിയമത്തിനെതിരെയും വലിയ തോതിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. അതിനുശേഷമായിരുന്നു പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ച് ഇടാനുള്ള ഒരു ശ്രമം നടത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിച്ചു. ഇതിനെ പോലീസ് പ്രതിരോധിച്ചു. ചില പ്രവർത്തകർ കൊടിയും മറ്റും കെട്ടിക്കൊണ്ടുവന്ന കമ്പും മറ്റും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. ഇതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനുശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന CAA-ക്കെതിരെയുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനു ശേഷം ഇവിടെ നിന്ന് നിലവിൽ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും വലിയൊരു പോലീസ് സന്നാഹത്തെയാണ് രാജ്ഭവന് മുന്നിൽ വിന്യസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ നിരവധി സംഘടനകൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. നാളെ KPCCയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ള K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാകും. എന്തായാലും നിലവിൽ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. അനുജ, രാജ്ഭവന് മുന്നിലാണ് CAA-ക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിച്ച് നാളെ KPCCയുടെ പ്രതിഷേധമുണ്ടാകും.